ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ വിച്ചു. അപ്പോൾ ഇന്ന് കുറച്ച് മാങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങനെ കുറച്ച് അച്ചാർ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ രീതിയിലാണ് കേട്ടോ അപ്പോൾ അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അച്ചാറുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കറികളൊന്നും വേണ്ട കേട്ടോ. കറികൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ പിന്നെ അച്ചാർ കൊണ്ടായിരിക്കും ഫുഡ് കഴിക്കൽ. അപ്പോൾ അമ്മ പറയും, ഇനി എനിക്കിപ്പോൾ മാങ്ങച്ചാർ കഴിയുന്നത് വരെ എനിക്ക് ഇനി കറി വെക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അച്ചാറുകളൊക്കെ. അങ്ങനെ കടുകും ഉലുവയും കൂടെ കുറച്ച് ചൂടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലെണ്ണയിലല്ല, ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. നല്ലെണ്ണ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എണ്ണ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുകിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച മിക്സിയിൽ കടുകും ഉലുവയും പൊടിച്ച് വെച്ചത് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടാൻ പറ്റില്ല. കൂടിയെന്ന് വെച്ചാൽ പിന്നെ അതിൻ്റെ ഒരു കുത്തൽ വരും. അപ്പോൾ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഞരടി വെച്ച മാങ്ങനെയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മാങ്ങാച്ചാർ റെഡി. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് റിസൾട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്. ഇന്ന് അച്ചാർ ഉണ്ടാക്കിയിട്ട് ഫുഡ് കഴിക്കുള്ളൂ എന്നൊരു വാശിയിലായിരുന്നു. അപ്പോൾ കഴിച്ചിട്ട് വരാവേ.